നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിച്ചിട്ട് 13 വർഷമായി. ഇന്ത്യയിൽ തന്നെ പട്ടികവർഗത്തിൻ്റെ പേരിൽ ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജ്. ഇന്നും പല കേസും റെഫർ ചെയ്യുന്നത് തൃശ്ശൂരിലേക്കും കോഴിക്കോടിലേക്കുമാണ്. കാരണം ഈ മെഡിക്കൽ കോളേജ് ഇന്നും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന ഒരു ശിലാഫലകം പോലെയുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ട് ഹർത്താലും ബന്ദ് നടത്തി പാലക്കാടിലെ ജനങ്ങളായി ഞങ്ങൾ നേടിയെടുത്ത ഒരു ദിവാസ്വപ്നമാണ് ഈ മെഡിക്കൽ കോളേജ്. ഇന്നും ബിൽഡിങ്ങുകൾ അഹോരാത്രം പണിത് കെട്ടിപ്പോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്ന രീതി ഇന്നും ഇവിടെ ആവിഷ്കരിച്ചിട്ടില്ല. പല ചികിത്സകളും ഇവിടുന്ന് തൃശ്ശൂരിലേക്കും കോഴിക്കോടിലേക്കും ഇവിടുന്ന് റെഫർ ചെയ്യാണ്. അതിനൊരു ഇരയാണ് നമ്മുടെ വിനോദിനി എന്ന കുട്ടി. ആ കുട്ടി ചിറ്റൂരിലൊരു വീട്ടിൽ നിന്നൊരു അപകടം സംഭവിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പോയി. താലൂക്ക് ആശുപത്രിയിൽ നിന്നും അത് റെഫർ ചെയ്തത് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ്. ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് കൃത്യമായ ഒരു ചികിത്സ കൊടുക്കുവാൻ ജില്ലാ ഹോസ്പിറ്റലിൽ സാധിച്ചില്ല. അവിടെ നിന്നും അവർ പറ്റുന്ന രീതിയിലെല്ലാം വെച്ച് കെട്ടിയിട്ട് ആ കുട്ടിയെ പറഞ്ഞയച്ചു. ആ കുട്ടി വേദന സഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം അവിടെ എത്തി. ആ കുട്ടി ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എല്ല് പൊട്ടിയതല്ലേ, സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവും, വേദന സംഹാരി എന്ന ഗുളിക കൊടുത്ത് കുട്ടിയെ പറഞ്ഞയച്ചു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി എന്നാണ് ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം രേഖയുണ്ട് എൻ്റെ കയ്യിൽ. ഞാനും ഈ വിഷയം സംബന്ധിച്ചിട്ട് ഇന്ന് കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി പറയുന്നത്. അതിനുശേഷം 5-ാം ദിവസം ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് പറയുന്നത്, മോളുടെ കയ്യിൽ രക്തോട്ടം നിലച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്? കോഴിക്കോടിലേക്ക്. ഈ മെഡിക്കൽ കോളേജോ, എന്താണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിന് സ്ഥാപനം കൊണ്ടുള്ള ഗുണം? അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ നടപ്പാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ ഇരയായ ഈ കുട്ടി. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ മെഡിക്കൽ കോളേജ് എന്ന ഈ ശവമഞ്ചത്തിൽ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പാലക്കാടിൽ നടത്താനിരിക്കുന്ന ഈ നിയമസഭാ ഇലക്ഷനിൽ പാലക്കാടിന്റെ കാൻഡിഡേറ്റിലാവുന്ന 3 സ്ഥാനാർത്ഥികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ സമരത്തിന് അനുഭാവപൂർവ്വം ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങളിവിടെ ജില്ലയിൽ ഈ മണ്ഡലത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടും. അതല്ല ഇതിനോട് മുഖത്തിന് പകരം പുറം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയും, ഈ കേഡറ്റുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അഹോരാത്രം പണിയെടുക്കും. അതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ ശവമഞ്ചം വെച്ച് നടത്തിയിട്ടുള്ള പ്രതീകാത്മകമായി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തികച്ചും വ്യത്യസ്തമായ ഒരു സമരപരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നത്. അവിടെ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതീകാത്മകമായി റീത്ത് സമർപ്പിച്ചുകൊണ്ടാണ് സമരം. അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ശവമഞ്ചത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് പൂജ ചെയ്യുന്ന പോലെ മെഡിക്കൽ കോളേജ് ചത്തുകിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുമാറ് അവിടെ ശവമഞ്ചം ഒരുക്കി പൂജ ചെയ്താണ് സമരം നടന്നത്. ചികിത്സാപ്പിഴവ് മൂലം വലതു കൈ നഷ്ടപ്പെട്ട വിനോദിനി എന്ന കൊച്ചു ബാലികയാണ് ആദ്യം റീത്ത് വെച്ച സമരപരിപാടി ഉദ്ഘാടനം ചെയ്തത്. മെഡിക്കൽ കോളേജിന് ശാപമോക്ഷം കിട്ടണേ, മെഡിക്കൽ കോളേജ് ഉയർത്തെഴുന്നേൽക്കണേ എന്ന പ്രാർത്ഥനാ മന്ത്രത്തോടു കൂടിയാണ് സമരസമിതി ജനറൽ കൺവീനർ റൈമണ്ട് ആന്റണി പൂജ ചെയ്തത്. കാണുന്നവർക്ക് ഏറെ കൗതുകമുണ്ടെങ്കിലും ഇത് ശക്തമായ ഒരു സമരപരിപാടി തന്നെയാണ്. അധികൃതരുടെ കണ്ണു തുറക്കുന്നതുവരെ ഇത്തരം സമരപരിപാടികളുമായി
മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ പാലക്കാടിന് മാത്രമല്ല പരിസരത്തുള്ള ജില്ലകളിലെ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുമെന്നും അതുകൊണ്ട് ഇത് എത്രയും വേഗം പൂർണ്ണ സജ്ജീകരണത്തോടെ പ്രവർത്തിച്ചു തുടങ്ങണമെന്ന് സമരസമിതിക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എല്ലാ തടസ്സങ്ങളും മാറ്റി പൂർണ്ണ സജ്ജമാക്കി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സമരത്തോടൊപ്പം എന്നും കൂടെ നിൽക്കുമെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ NDA പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പ്രത്യേകം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സമരസമിതി ചെയർമാൻ ആറുമുഖൻ പട്ടിച്ചിറ അധ്യക്ഷത വഹിച്ചു. സമരസമിതി ജനറൽ കൺവീനർ റൈമണ്ട് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. കൈ മുറിച്ചു മാറ്റപ്പെട്ട പല്ലശ്ശന സ്വദേശിനിയായ വിനോദിനി എന്ന ബാലികയുടെ അമ്മ പ്രസീത, പാലക്കാടൻ കർഷക മുന്നേറ്റം ജില്ലാ സെക്രട്ടറി സതീഷ് കുത്തന്നൂർ, രഘു മാത്തൂർ, KR ഹിമേഷ്, ബാലചന്ദ്രൻ പൊത്തയൻകാട്, രാജേഷ് കുത്തന്നൂർ, ബാബു തരൂർ, സിദ്ദിഖ് ഇരിപ്പശ്ശേരി, കാരപ്പാടം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇത്തരം സമരമുറകൾ കണ്ടിട്ടും സർക്കാർ അനങ്ങാപ്രായ നയമാണ് നടത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.